Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്നത് വിമർശനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിമർശനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എന്ത് വിമർശനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു വിമർശനക്കുറിപ്പ്, അതായത് ഏതെങ്കിലും ഒരു അഭിപ്രായം തന്നിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശനാത്മകമായി അതിനോട് പ്രതികരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വിമർശനക്കുറിപ്പ് എഴുതുക എന്ന് നോക്കാം. വിമർശനക്കുറിപ്പ് ഒരു കൃതിയെയോ വിഷയത്തെയോ കുറിച്ചുള്ള സമഗ്രമായ വിലയിരുത്തലാണ് വിമർശനക്കുറിപ്പ്. ഇതിൽ വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനം നടത്തുകയും അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾക്കൊരു വിഷയം തരുന്നു അല്ലെങ്കിൽ ഒരു കൃതി തരുന്നു, അതിനെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ വിമർശനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള, അതായത് അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അതിന്റെ സമകാലിക പ്രസക്തി എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വ്യക്തമായ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം. വിമർശനം എന്ന വാക്കിനെ നെഗറ്റീവായാണ് ഉപയോഗിച്ച് കാണുന്നത്. പക്ഷേ ദോഷവശങ്ങളെക്കുറിച്ച് മാത്രമല്ല, രചനയുടെ ഉള്ളടക്കത്തെക്കുറിച്ചോ ഗുണനിലവാരത്തെക്കുറിച്ചോ ഒരു വിധിന്യായം നടത്തുന്നതിന് പകരം അതിന്റെ അർത്ഥവും പ്രാധാന്യവും വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നതാണ് വിമർശനക്കുറിപ്പ്. വിമർശനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കരുതുന്ന എന്താണ്, അതിന്റെ ദോഷവശങ്ങളെ നെഗറ്റീവായി മാത്രമാണ് അതിനെ വിലയിരുത്തുക. പക്ഷെ അങ്ങനെയല്ല. വിമർശനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് മാത്രമല്ലാതെ അല്ലെങ്കിൽ അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് മാത്രമല്ലാതെ ആ രചനയുടെ അല്ലെങ്കിൽ ആ അഭിപ്രായത്തിന്റെ അർത്ഥം, ആന്തരികമായി ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥം, അതുപോലെ അതിന്റെ പ്രാധാന്യം, സമകാലിക പ്രസക്തി, ഇവയൊക്കെയാണ് ഒരു വിമർശനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വിമർശനക്കുറിപ്പ് എന്നത് ഒരു കൃതിയുടെ അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് എഴുതുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഒരു വിമർശനക്കുറിപ്പ് എഴുതുന്നതിലെ നിർണായക കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനക്കുറിപ്പിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമത്തേത് വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ വായന അല്ലെങ്കിൽ പഠനം. അതായത് തന്നിരിക്കുന്ന വിഷയം കൃത്യമായി ചിന്തിച്ച് ആഴത്തിലുള്ള പഠനം നടത്തുക, ശരി തെറ്റുകൾ വിലയിരുത്തുക, വിഷയത്തെക്കുറിച്ചുള്ള പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് തന്നിട്ടുള്ള വിഷയം എന്താണെന്നും അതിന്റെ ശരി തെറ്റുകൾ എന്താണെന്നും അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും കൃത്യമായി ചിന്തിച്ച് അതിനെക്കുറിച്ച് പരമാവധി കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി പോയിന്റ് എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അതായത് വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ സാധൂകരിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിന് ഉദ്ധരണികളോ കവിതാ ശകലങ്ങളോ ഉപയോഗിക്കാം. അതായത് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതായത് ദോഷകരമായോ ഗുണകരമായ ഒരു അഭിപ്രായമാവും നമുക്ക് ഉണ്ടാവുക. പക്ഷെ ആ ഒരു കാര്യം എങ്ങനെയാണ് ഈ വിമർശനാത്മകമായി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ദോഷകരമായും പറയാം, ഗുണകരമായും പറയാം. പക്ഷെ നമ്മളുടെ അഭിപ്രായം സാധൂകരിക്കുന്നതിന് അല്ലെങ്കിൽ സമർത്ഥിക്കുന്നതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉദ്ധരണികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കവിതാശകലങ്ങളോ മറ്റാരുടെയെങ്കിലും വാക്കുകളോ ഒക്കെ കടമെടുത്തുകൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള വിഷയം നമ്മൾ ആഴത്തിൽ പഠിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ എഴുതി, അതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി വിശകലനം ചെയ്തു, പോയിന്റുകൾ എഴുതി വെക്കുകയും ചെയ്തു. പിന്നീട് എഴുതാൻ തുടങ്ങുകയാണ്. പക്ഷെ എഴുതുന്നതിന് മുൻപ് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് സഹായകമാകും. ഇതിൽ ആമുഖം, പ്രധാന ഭാഗങ്ങൾ, ഉപസംഹാരം എന്നിവ ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്നതിന് മുൻപ് തന്നെ നമുക്ക് തന്നിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ ഒന്ന് ക്രോഡീകരിച്ച് ആമുഖത്തിൽ എന്ത് എഴുതണം, പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത്, ഉപസംഹാരത്തിൽ എന്ത് എഴുതണം എന്നുള്ള ഒരു ചിന്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക.
പെട്ടെന്ന് തന്നെ അതിനെ ക്രോഡീകരിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വിഷയത്തെക്കുറിച്ചുള്ള പോയിന്റുകൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇത് എവിടെ എഴുതണം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. രൂപരേഖ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. ഇനി നാലാമത്തെ കാര്യം, അതായത് നമ്മൾ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പൊ എഴുതുമ്പോൾ ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ്? ആമുഖമാണ്. അപ്പോൾ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം നൽകുക. നിങ്ങൾ എന്തിനാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതെന്നും നിങ്ങളുടെ പ്രധാന വാദഗതി എന്തായിരിക്കുമെന്നും ആമുഖത്തിൽ വ്യക്തമാക്കുക. അപ്പൊ നമ്മുടെ ഈ വിമർശനക്കുറിപ്പിന്റെ ആമുഖം വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഏത് ഭാഗത്തേക്കാണ്, ശരിയുടെ ഭാഗത്തോ തെറ്റിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ചാണോ ദോഷത്തെക്കുറിച്ചാണോ നമ്മൾ വിവരിക്കുന്നത് എന്ന ഒരു ആമുഖം, എന്ന ഒരു സൂചന ആമുഖത്തിൽ നൽകണം. അപ്പൊ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു വിവരണം തന്നെയാണ് ആമുഖം. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ എന്താണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായിട്ടും അതിൽ ഉൾക്കൊള്ളിക്കണം. നമ്മുടെ വാദഗതി, പ്രധാന വാദഗതി എന്തായിരിക്കുമെന്നും വിഷയത്തിൽ പറയുക. അപ്പോൾ ഈ ഒരു ആമുഖത്തിൽ നിന്ന് തന്നെ നമ്മുടെ വിമർശനക്കുറിപ്പിന്റെ ഉള്ളടക്കം എന്തായിരിക്കും എന്നുള്ള ഒരു സൂചന വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ലഭിക്കണം. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വിമർശനക്കുറിപ്പിന്റെ ആമുഖം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ആകർഷകമായിട്ടായിരിക്കണം എഴുതേണ്ടത്. വായിക്കുന്നവരെ പിടിച്ചിരുത്തുന്ന രീതിയിലായിരിക്കണം ആമുഖം തയ്യാറാക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം ശരീരഭാഗം, അതായത് കണ്ടന്റ് എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ വിമർശനക്കുറിപ്പിന്റെ പ്രധാന ഭാഗമാണ്. നമ്മൾ പ്രധാന ആശയങ്ങളെ എഴുതുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ആമുഖം കഴിഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ നമ്മുടെ പ്രധാന വാദഗതികളെ വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ വാദത്തിനും ഉചിതമായ തെളിവുകളും നൽകണം. നമ്മുടെ വാദം ഏതാണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് വാദത്തോടാണോ, ഗുണത്തോടാണോ ദോഷത്തോടാണോ, ഏത് രീതിയിലാണോ നമ്മുടെ പ്രധാന വാദഗതി, അതിനെയാണ് ഇവിടെ സാധൂകരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉദ്ധരണികളോ കവിതാശകലങ്ങളോ മറ്റുള്ളവരുടെ വാക്കുകളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രധാന ഭാഗത്ത് നമ്മുടെ കണ്ടന്റ്, നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് എന്നുള്ള കണ്ടന്റ് കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി ഉപസംഹാരമാണ്. അപ്പൊ ആറാമത്തെ കാര്യം എന്നത് ഉപസംഹാരം എഴുതുക എന്നുള്ളതാണ്. ഉപസംഹാരം എന്ന് പറയുന്നത് നമ്മുടെ വിമർശനക്കുറിപ്പിന്റെ അവസാന ഘട്ടമാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രധാന വാദങ്ങളെ ചുരുക്കി അവതരിപ്പിക്കുക. നമ്മൾ എന്താണോ നമ്മുടെ ആശയത്തില് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടന്റിൽ എഴുതിയത്, ആ ഒരു ഭാഗം, നമ്മുടെ പ്രധാന വാദഗതിയെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആത്യന്തിക വിലയിരുത്തൽ ഉപസംഹാരത്തിൽ നൽകുക. നമ്മൾ മൊത്തത്തിൽ ആ ഒരു വിഷയത്തെ വിശകലനം ചെയ്തിട്ട് എന്താണ് ഒന്നോ രണ്ടോ സെന്റൻസിൽ നമുക്ക് പറയാനുള്ളത്, അതാണ് ഉപസംഹാരത്തിൽ എഴുതേണ്ടത്. ഈ ആമുഖം പോലെ തന്നെ ഉപസംഹാരവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് ആമുഖവും ഉപസംഹാരവുമാണ് ഒരു വിമർശനക്കുറിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് നേടിത്തരുന്നത് അല്ലെങ്കിൽ മാർക്ക് നേടിത്തരുന്നത്. അപ്പോൾ ഉപസംഹാരവും അതുപോലെ തന്നെ വളരെ ആകർഷകമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള വാദങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉപസംഹാരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഉപസംഹാരം വരെ, ആമുഖം, പ്രധാന ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം, അതുപോലെ തന്നെ ഉപസംഹാരം, ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു വിമർശനക്കുറിപ്പിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എഴുതിയ ശേഷം നിങ്ങളുടെ കുറിപ്പ് തെറ്റുകൾക്കായി പരിശോധിക്കുക. വ്യാകരണപരമായ തെറ്റുകളും ശൈലീപരമായ തെറ്റുകളും ഒക്കെ, അക്ഷര തെറ്റുകളും ഒക്കെ എന്ത് ചെയ്യുക? തിരുത്തുക. അതായത് നമ്മൾ പെട്ടെന്ന് എഴുതി തീർത്തു, നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ പെട്ടെന്ന് എഴുതി തീർത്തു. പക്ഷേ എഴുതി തീർത്താൽ മാത്രം പോരാ, എഴുതിയതിന് ശേഷം നമ്മൾ എഴുതിയ കാര്യങ്ങൾ കൃത്യമാണോ എന്ന് റീചെക്ക് ചെയ്യാൻ നമ്മൾ തീർച്ചയായും പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഒറ്റവെട്ടിൽ, വെറുതെ കറുപ്പിക്കാതെ ഒറ്റവെട്ടിൽ വെട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുക? നമ്മുടെ കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ അത് ഒഴിച്ചു കളയേണ്ടവയാണെങ്കിൽ അത് വെട്ടി മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. എഴുതിയതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.